അതിൽ നിന്ന് ഞാനൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചു. വാങ്ങിക്കുക മാത്രമല്ല ഞാനത് ഉപയോഗിച്ചു. ഇതൊന്നും ഇല്ലാണ്ട് വളരെ സിമ്പിളായിട്ട് 5 മിനിറ്റ് കൊണ്ട് ഞാൻ നല്ല മുട്ടക്കുട്ടം പോലെ എൻ്റെ ഡ്രാഗനെ മാറ്റി. ഓക്കെ, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, ഇനിയിപ്പോൾ മഴക്കാലമാണ്. ഈ മഴക്കാലം ആകുമ്പോഴത്തേക്കും നമ്മുടെ വീടിൻ്റെ ചുറ്റും ചെറിയ ചെറിയ മരങ്ങളും അല്ലെങ്കിൽ പേരയും ഒക്കെ ഇങ്ങനെ വളർന്ന് നിൽക്കുക. അതിൻ്റെ കമ്പൊക്കെ ഒന്ന് വെട്ടണമെന്ന് നമുക്ക് തോന്നിയാൽ എപ്പോഴും നമ്മുടെ വീട്ടിൽ നമ്മളെ സഹായിക്കാൻ എല്ലാവരും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട്, നമ്മുടെ വീട്ടമ്മമാർക്ക് സ്വന്തമായിട്ട് അത്യാവശ്യം ചെറിയ മരങ്ങളുടെയൊക്കെ കമ്പുകളൊക്കെ ഒന്ന് മുറിച്ചെടുക്കണേലും ഒരു ചക്ക പറിക്കണേലൊക്കെ വേറൊരാളെ ആശ്രയിക്കാതെ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു വീഡിയോ എടുക്കാനുള്ള കാരണമെന്ന് വെച്ചാൽ, ഈ നിൽക്കുന്നത് ഞങ്ങളുടെ ഡ്രാഗൺ ഫ്രൂട്ടാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തിലൊരു 10-15 കായ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഈ തണ്ടയിൽ കൂടെ എല്ലാം ഇതിൻ്റെ പൂക്കളും കായ്കളൊക്കെ ഉണ്ടാവുന്നത്. ആ ഒരു ടൈമിൽ ഇപ്പോൾ ഒരു റബ്ബറിൻ്റെ മരത്തേലാണ് നമ്മളിത് കയറ്റി വിട്ടിരിക്കുന്നത്. അതിൻ്റെ തണ്ടം കൂടി വളർന്നിട്ട് ഇത് നമുക്ക് വെട്ടാതൊരു നിവൃത്തിയില്ല. അപ്പോൾ വളരെ സിമ്പിളാണെന്ന് വിചാരിച്ച് ഞാനൊരു ഗോവണിയൊക്കെ വെച്ചിട്ട്, കാരണം ഇത് എനിക്ക് ചെയ്യാവുന്ന കേസേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ഞാനത് വെട്ടാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. കാരണം ഒരു ചെറിയ മരമാണ്, പക്ഷേ ഈ ഡ്രാഗനെ നിറച്ച് മുള്ളുള്ളത് കൊണ്ട് നമുക്കത് കയറാനോ, ഞാനൊരു കമ്പ് വെട്ടിയിട്ടുണ്ടെങ്കിൽ വാക്കത്തിയുടെ മുന ഈ ഡ്രാഗൻ്റെ തണ്ടേക്കുള്ളിൽ അത് പോവുകയും ചെയ്യും. ഇതിനൊരു പരിഹാരമായിട്ട് ഞാൻ ഉടനെ ഓൺലൈനിൽ, കാരണം പുല്ലുവെട്ടിയുടെ മെഷീൻ നിങ്ങൾ കണ്ടതായിരുന്നല്ലോ, കാരണം ആ പുല്ലുവെട്ടി മേടിച്ച പിന്നെ എൻ്റെ മുറ്റത്ത് ഇതുണ്ട്, വളരെ നീറ്റായിട്ട് മുറ്റത്തെ പുല്ലും പറമ്പും ഒക്കെ എനിക്ക് ക്ലീൻ ആക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് ഒരു പരിഹാരം ഓൺലൈനിൽ സെർച്ച് ചെയ്തു. അതിൽ നിന്ന് ഞാനൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചു. വാങ്ങിക്കുക മാത്രമല്ല ഞാനത് ഉപയോഗിച്ച് ഉറപ്പായിട്ട് നമുക്ക് എല്ലാവർക്കും, എന്ന് വെച്ചാൽ ഭയങ്കര വലിയ മരമൊന്നും വെട്ടാനല്ലാട്ടോ ഞാൻ പറയുന്നത്. കാരണം ഇത് ഇട്ട് കഴിയുമ്പോൾ ചിലർ ചോദിക്കും, ഈ വലിയ മരം വെട്ടാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ ഇതിന് തോട്ടി പോരെ എന്നൊക്കെ ചോദിക്കും. അങ്ങനെയല്ല, നമുക്ക് വീട്ടമ്മമാർക്ക് ഇപ്പം നമുക്കിവിടെ നിന്നുകൊണ്ട് ഈ കമ്പൊക്കെ എനിക്ക് മുറിക്കണേലും, ഒരു പേരയുടെ കമ്പ് മുറിക്കണം, അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം കുറച്ച് ചക്കയൊക്കെ പറിക്കണം, ഇതിനൊക്കെ ഉപകാരപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നമ്മുടെ ചാനലിലേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിന് മുൻപായിട്ട് ഒരു ചെറിയ കാര്യം ഒന്ന് പറയുകയാണെ, വേറെ ഒന്നുമില്ല, വേഗത്തിൽ വീഡിയോ കണ്ട് നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ചിലപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നുവന്നിരിക്കും. അതുകൊണ്ട് ഇപ്പം തന്നെ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വേഗത്തിലൊന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഒരുപാട് സന്തോഷമാവുകയും ചെയ്യും എനിക്ക്. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അന്നേരം എന്തോ ഓഫർ ഉണ്ടായിരുന്നു, 700 രൂപ ഇതിനായുള്ളൂ. ഇതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക എന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട്, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൈകൊണ്ട് എത്തുന്നതാണെങ്കിൽ ഈ വാൾ ഉപയോഗിച്ച് നമുക്കതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതുകൊണ്ട് ഇതിൻ്റെ തുമ്പ് കൊണ്ടും കട്ട് ചെയ്യാം, നമുക്ക് അറുത്തും എടുക്കാം. ഇതല്ല എങ്കിൽ എനിക്കിതിപ്പോൾ ഈ ഒരു റബ്ബറിൻ്റെ കമ്പ് മുറിക്കണമെങ്കിൽ ഇങ്ങനെ എത്താൻ പറ്റില്ല. പകരം ഞാൻ ചെയ്തത്, ലെയ്ത്തിൽ ചെന്നിട്ട് ഒരു ചെറിയ പൈപ്പ്, ഒരു 10 അടി നീളം, നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിലെടുക്കാം. അപ്പോൾ ഒരു 10 അടി നീളത്തിൽ ഞാനൊരു പൈപ്പ് കഷ്ണം മേടിച്ചു. ഇതുണ്ട്, അതിൻ്റെ ഇവിടെ ഒരു ഹോൾ ഇട്ടു. ഈ ഒരു ഹോൾ ഇട്ടിട്ട് അടുത്ത് നമ്മൾ ചെയ്യുന്നത്, ഈ വാളിൻ്റെ അറ്റത്ത് ഈ സ്ക്രൂ ഉണ്ട്, അത് അഴിച്ചെടുത്തിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്യുക, ഈ കമ്പിയിലേക്ക്. ഈ വാള് നമ്മൾ ഇതിനകത്തേക്ക് ഇറക്കി വെച്ചിട്ട് ഈ നട്ട് ഈ സ്ക്രൂ ഇട്ട് മുറുക്കുന്നു. അങ്ങനെ ഇത് നമ്മുടെ വാള് കൊണ്ടുള്ള തോട്ടി റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇതിങ്ങനെ എടുക്കുന്നു. ഞാനിനി ഡ്രാഗനെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന റബ്ബറിൻ്റെ കമ്പെല്ലാം അറുത്ത് കളയാൻ പോവാണ്. എന്നോടാ കളി. ഇത്രയും സിമ്പിളായിരുന്നു. ഇത് കണ്ടോ? കണ്ടോ, ഞാനിതെങ്ങനെ വളരെ സിമ്പിളായിട്ട്
ഒരു 5 മിനിറ്റ് പോലും എടുത്തില്ല. ഗോവണി വെച്ചുള്ള മുള്ളെല്ലാം എൻ്റെ ദേഹത്ത് കയറി വാക്കത്തിയുടെ തുമ്പ് കൊണ്ട് എൻ്റെ ഡ്രാഗൻ്റെ കമ്പെല്ലാം ഒടിയുമായിരുന്നു. ഇതൊന്നും ഇല്ലാണ്ട് വളരെ സിമ്പിളായിട്ട് 5 മിനിറ്റ് കൊണ്ട് ഞാൻ നല്ല മുട്ടക്കുട്ടം പോലെ എൻ്റെ ഡ്രാഗണെ മാറ്റി കമ്പെല്ലാം വെട്ടിക്കളഞ്ഞു. ഇനി ഡ്രാഗൻ്റെ മാത്രമല്ല പേരയുടെ എല്ലാം കമ്പ് ഇതുപോലെ ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു വാള് എല്ലാവർക്കും അത്യാവശ്യം നമ്മുടെ വീട്ടിൽ ഇങ്ങനെയുള്ള ചെറിയ മരങ്ങളുടെ കമ്പുകളൊക്കെ മുറിക്കാൻ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഈ ചാനലിലേക്ക് ഇട്ടേക്കാം. തൽക്കാലം വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ആഴ്ച മറ്റൊരു വ്യത്യസ്ത വീഡിയോ ഞാൻ വീണ്ടും വരുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വേഗം പോയി ബാക്കിയുള്ള കുറച്ച് മരത്തിൻ്റെ കമ്പുകൾ കൂടി ഒന്ന് മുറിക്കട്ടെ. ഓക്കെ, ബൈ.